ഹലോ, നമസ്കാരം. ഞാൻ സിന്ധു വേണുഗോപാൽ. ഈ വ്യൂ കാണുമ്പോൾ ഇത് കേരളത്തിലേക്കുള്ള യാത്രയാണെന്ന് സംശയം തോന്നാം. പക്ഷേ ഇത് ആസാമിലെ ഗോഹട്ടിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഗോപിയ ചേച്ചിയുടെ കൂടെ സ്പിക്മെക്കയുടെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 പേരാണ് ഉണ്ടായിരുന്നത്. പ്ലസ് ഗോപിക ചേച്ചിയുടെ ഫ്രണ്ട് ലീമ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഗോപിക ചേച്ചിയും ലീമ ചേച്ചിയും ഹൈദരാബാദിൽ നിന്ന് തലേദിവസം ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് രാവിലെ എത്തി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്, അതുപോലെ എടയ്ക്ക, സിംഗർ 2 പേര് ഡൽഹിയിൽ നിന്നായിരുന്നു. ഇത് ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 ദിവസം ഗോഹട്ടിയിലും 1 ദിവസം ഷില്ലോങ്ങിലുമായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എത്തിയത് സെപ്റ്റംബർ 1-നാണ്. സെപ്റ്റംബർ 1-ന് ഞങ്ങൾക്ക് പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ താമസിച്ച റൂമാണ്. നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. കാറ്റും വെളിച്ചവും ഒരു കുഞ്ഞു ബാൽക്കണിയൊക്കെ ആയിട്ട് നല്ല നല്ല നീറ്റായിട്ട് വെച്ചിട്ടുള്ള ഒരു റൂമാണത്. അപ്പൊ നല്ല രസമായിട്ടുണ്ടായിരുന്നു ആ റൂം കാണാൻ. അപ്പൊ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങള് ആം, ഇത് സെപ്റ്റംബർ 2-നാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ ഇടയ്ക്ക് വായിക്കുന്ന സതീഷിനെ ഞാൻ ഒരുപാട് വർഷം മുമ്പേ അറിയും. ഞങ്ങളുടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടെ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ സതീഷും അച്ഛനും ഒക്കെ ഇടയ്ക്ക് വായിക്കും, അഷ്ടപതി പാടുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ ജയനാണ് സിംഗർ ഉണ്ടായിരുന്നത്, കോട്ടയ്ക്കൽ ജയൻ. അപ്പോൾ ജയനാണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളെ പോലെയായിരുന്നു ജയന്റെ പെരുമാറ്റമൊക്കെ. അതുപോലെ ഫ്ലൂട്ടിസ്റ്റ്, അവിടുത്തെ ഫേമസ് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പ്രസന്നാജി. സെപ്റ്റംബർ 2-ന് ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം നടന്ന സ്കൂളാണിത്. വന്ധ്യ ഇന്റർനാഷണൽ സ്കൂൾ. ഇന്റർനാഷണൽ സ്കൂൾ ആകുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള വലിയ സ്കൂൾ തന്നെയായിരുന്നു. ക്യാമ്പസ് കാണാനാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതൊരു കുന്നിൻ ചെരുവിലുള്ള സ്കൂളാണ്. അതുപോലെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാമ്പസും കൂടി ആയപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു മനോഹരമായിരുന്നു കേട്ടോ. നല്ല വ്യൂ ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. അപ്പോൾ ഈ സ്പിക്മെക്കയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചർ, അതായത് മ്യൂസിക്കും ഡാൻസും എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി സീനിയർ ആർട്ടിസ്റ്റിനെ, ഗോപിയ ചേച്ചി പോലെയുള്ള സീനിയർ ആർട്ടിസ്റ്റിനെ വിളിക്കും. സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു ഓർക്കസ്ട്ര ടീമും ഒരു സ്റ്റുഡന്റും അക്കമ്പനി ചെയ്യും. അപ്പോൾ ഗുരു ക്ലാസ് എടുക്കുമ്പോൾ, ലെക്ചറൊക്കെ കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഹസ്താസ്, ഭേദാസ്, മുദ്രാസ്, അടവുകളൊക്കെ കുറച്ച് കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം വെച്ച് ചേർത്ത് ഒരു ബേസിക് ഒരു ഐറ്റം ചെയ്യുക എന്നുള്ളതാണ് കൂടെ അക്കമ്പനി ചെയ്യുന്ന സ്റ്റുഡന്റ്. ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ്. അപ്പോൾ ക്ലാസ് മുഴുവൻ എടുക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഗോപിയ ചേച്ചിയായിരുന്നു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഓരോ സ്കൂളിലും ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ ഏജ്, അതായത് തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പറ്റിയ ഐറ്റം, അതുപോലെ അവർക്ക് പറ്റിയ മുദ്രാസും അങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പറ്റിയ തരത്തിൽ അത് ഉം, ക്ലാസ് എടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അതെല്ലാം നമുക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എത്തിയതിനു ശേഷം അവിടുത്തെ കുട്ടികളെ കണ്ട് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഏത് ഐറ്റമാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ ജയനുമായി സംസാരിച്ച പാട്ടൊക്കെ ഒന്ന് തീരുമാനിച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇടയ്ക്കും ഫ്ലൂട്ടും ഒക്കെ ആയിട്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. സെപ്റ്റംബർ 2-ലെ രണ്ടാമത്തെ സ്കൂള് സർല ബിർള ഗ്യാൻജ്യോതി സ്കൂളായിരുന്നു കേട്ടോ. ഇത് സെപ്റ്റംബർ 3-ആണ്. സെപ്റ്റംബർ 3-ന് ഡൽഹി പബ്ലിക് സ്കൂൾ വെച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ആദ്യത്തെ പ്രോഗ്രാം അവിടെ വെച്ചായിരുന്നു. ഏകദേശം 100ഓളം സ്കൂൾ ബസ്സുകൾ തന്നെ ക്യാമ്പസിൽ നിൽക്കുന്നുണ്ട്. അതായത് ഒരു 3000-3500 സ്റ്റുഡൻസ് പഠിക്കുന്ന വലിയൊരു സ്കൂളാണിത്. പക്ഷെ ഞങ്ങൾ ചെന്ന എല്ലാ സ്കൂളുകളും ഇതുപോലെ ആയിരുന്നില്ല. ഒരു മരത്തിന്റെ ചോട്ടിൽ സ്റ്റേജ് ഒന്നും ഇല്ലാതെ ഗ്രൗണ്ടിൽ തന്നെ പ്രോഗ്രാം ചെയ്ത സ്കൂളുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു വളരെ കുഞ്ഞു കുട്ടികളാണെങ്കിലും കുറച്ച് വലിയ കുട്ടികളാണെങ്കിലും ഈ പ്രോഗ്രാമിലൊക്കെ ഇൻവോൾവ്മെന്റ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. ഒരു 5 ക്ലാസ് മുതൽ ഒരു 9-ാം ക്ലാസ് വരെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിന്റെ ആൻസർ കേൾക്കാൻ അവർക്ക് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഡൽഹി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഞങ്ങളവിടെ റിഫ്രഷ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സ്റ്റേജിലെത്തിയത്. സ്റ്റേജിലെത്തി നമ്മളുടെ മോഹിനിയാട്ടത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി, അടവുകളൊക്കെ ചെയ്യിച്ചു, കുറച്ച് മുദ്രകളൊക്കെ കാണിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞു. ചേച്ചിയുടെ ഒരു പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഇടയ്ക്ക പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക എന്ന് പറയുന്നത് നമ്മളുടെ ക്ഷേത്രവാദ്യങ്ങൾ കേരളത്തിലാണ് കൂടുതലും ഉണ്ടാവുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള കുട്ടികൾക്ക് അതൊരു പുതിയ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ അവർക്ക് അത് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്കൂളിലേക്ക് പോകുന്നത്, അതിനു മുമ്പ് നല്ല മഴയായി. ഗംഭീര മഴയായിരുന്നു. മഴയത്ത് ഈ മലമുകളിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഒലിച്ച് വന്ന് റോഡെല്ലാം ഫ്ലഡായി നമ്മള് എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു സമയം തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കറക്റ്റ് ടൈമിൽ എത്താന്നുള്ളത്
കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ സ്കൂൾ സൗത്ത് പോയിന്റ് സ്കൂളായിരുന്നു. ഈ സ്കൂളിലൊരു കുഞ്ഞു മോൻ ഒരു 5ലോ 6ലൊക്കെ പഠിക്കുന്ന കുട്ടി എന്റെ കൂടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല ഓർമ്മയായിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ സ്കൂളില് ചില സ്കൂളുകൾ 1 മണിക്കൂറാണ് നമുക്ക് സമയമെങ്കിലും ചില സ്കൂളുകൾ 1 1/2 മണിക്കൂറോളം പോയിട്ടുണ്ട് ക്ലാസ്. എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ച് ചേച്ചി കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു സെപ്റ്റംബർ 3-ന് രണ്ടാമത്തെ സ്കൂള്. ഇത് സെപ്റ്റംബർ 4 രാവിലെ 5:30 മണിയാണ് ട്ടോ ഇപ്പം. 5:30 മണിക്ക് പുറത്ത് നോക്കുമ്പോ നമുക്കൊരു 7:30 മണിയായ ഒരു ഫീലാണ് ട്ടോ. രാവിലെ ഒരു വളരെ നേരത്തെ നേരം വെളുക്കും. അതുപോലെ വൈകീട്ട് ഒരു 6 ഒക്കെ ആവുമ്പഴേക്കും തന്നെ നല്ല ഇരുട്ടി ഒരു 8 മണിയായ ഫീലൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇത് രാവിലെ ഞങ്ങള് ഷില്ലോങ്ങിലാണ് ഇന്നത്തെ പ്രോഗ്രാം ഉള്ളത്. ഇന്ന് സെന്റ് ആന്റണീസ് കോളേജിലാണ് ഫസ്റ്റ് പ്രോഗ്രാം ഷില്ലോങ്ങിലാണ്. ഞങ്ങൾ 5:30ക്ക് പോയി. ഞങ്ങളവിടെ എത്തിയപ്പോ ഒരു 8, 8:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങക്ക് 11:30ക്കായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ ചെന്നാണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയത്. അപ്പൊ ഇത് പോകുന്ന വഴിയാണ് ട്ടോ. ഗോഹട്ടി ടു ഷില്ലോങ്. നല്ല വ്യൂ ആണ്. 2 സൈഡിലും നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളായിരുന്നു. കുറച്ചിങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ കുറച്ച് മഞ്ഞും പിന്നെ കാടും പുഴയും അരുവിയും ഒക്കെ ആയിട്ടുള്ള എല്ലാം കൊണ്ടും നല്ലൊരു സൂപ്പർ യാത്രയായിരുന്നു. ജയൻ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല കാഴ്ചകൾ വരുമ്പോ എല്ലാവരും മൊബൈൽ മാറി മാറി വാങ്ങിച്ച് എല്ലാവരും വീഡിയോ എടുത്തിട്ടുണ്ട് ട്ടോ. ഗോപിയ ചേച്ചി, ലീമ ചേച്ചി, സതീശൻ, ജയൻ എല്ലാവരും കൂടെ പ്രസന്നാജി ഡ്രൈവർ ഒഴിച്ച് എല്ലാവരും കൂടെ എടുത്ത വീഡിയോസ് ആണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു നല്ല എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഷില്ലോങ്ങിലെത്തി. ഷില്ലോങ്ങിൽ നല്ല ട്രാഫിക് ആണ്. ഞങ്ങൾ എത്തിയത് കറക്റ്റ് ഇങ്ങനെ ഓഫീസ്, സ്കൂൾ ഒക്കെയുള്ള ഒരു പീക്ക് അവേഴ്സിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയത് വളരെ ട്രാഫിക് ഉള്ള ഒരു സമയത്തായിരുന്നു. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾക്ക് 1.5 മണിക്കൂറുണ്ട് ഫുൾ മേക്കപ്പ് ചെയ്ത് മോഹിനിയാട്ടം കോസ്റ്റ്യൂമിൽ ഞങ്ങൾക്ക് ഇറങ്ങണമായിരുന്നു. എനിക്കും ഗോപി ചേച്ചിക്കും. ഇത് ഞാൻ താമസിച്ച റൂമാണ് കേട്ടോ. എത്തിക്കഴിയുമ്പോൾ അതായത് മേക്കപ്പ് ഒക്കെ ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പം എങ്ങനെയായാലും റൂം കുറച്ച് വൃത്തികേടാവും. അതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പൊ ഈ 4 ദിവസത്തെ യാത്രയിൽ എന്താന്നുണ്ടായ വെച്ചാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാൻ പഠിച്ചു കേട്ടോ. ഇത് സെന്റ് ആന്റണീസ് കോളേജാണ് ഷില്ലോങ്ങില്. നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. നല്ല ക്യാമ്പസാണ് ഇതും. അപ്പോൾ ഇവിടെയായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. ഞങ്ങൾ ഒരു ദിവസമേ ഉള്ളൂ ഇവിടെ. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രോഗ്രാം. അങ്ങനെ 2 ഇടത്തായിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇത് ആദ്യത്തെ സെന്റ് ആന്റണീസ് കോളേജ്. ഇവിടെ മലയാളി അച്ഛന്മാരുണ്ടായിരുന്നു 2 പേര് കോളേജില്. പിന്നെ കുട്ടികളുടെ ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നു. അതായത് പാട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ പാട്ടൊക്കെ പാടി ചേച്ചിക്ക് അപ്പൊ പെട്ടെന്ന് ചേച്ചി അവരുടെ പാട്ടിന് ഡാൻസ് ചെയ്യുമൊക്കെ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ല ക്ലാസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു സെന്റ് ആന്റണീസ് കോളേജിൽ. അപ്പൊ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നെക്സ്റ്റ് ഇത് NIT മേഘാലയ ഷില്ലോങ്ങിലാണ്. ഇതിവിടെയായിരുന്നു ഷില്ലോങ്ങിലെ ലാസ്റ്റ് പ്രോഗ്രാം, രണ്ടാമത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇതൊരു കുഞ്ഞു സ്റ്റേജ് ആയിരുന്നു. ഇവിടെ ഒരു മലയാളി ലെക്ചറർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് ഞങ്ങൾ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ സ്പിക്മിക്കയുടെ ഓർഗനൈസേഴ്സ് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിനുശേഷം അവിടെ ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ ഷില്ലോങ് ടൗണിൻ്റെ ഒരു വ്യൂ ആണ്. അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഒന്ന് പുറത്തിറങ്ങി ഒക്കെ കണ്ടു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇങ്ങോട്ട് വന്ന അതേപോലെ തന്നെ ഞങ്ങൾ 5:30 ആകുമ്പോൾ ഇറങ്ങി തിരിച്ചു പോവുകയാണ് ഗോഹട്ടിയിൽ. ഗോഹട്ടിയിൽ ഒരു ദിവസം കൂടെ, അതായത് സെപ്റ്റംബർ 5-നും കൂടെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. 2 പ്രോഗ്രാമാണ് അന്നും ഉള്ളത്. രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രോഗ്രാം. രണ്ട് പ്രോഗ്രാമാണ് ഉള്ളത്. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി 8, 8:30 ആകുമ്പോൾ അവിടെ എത്തി. ഇതേ വ്യൂ ഒക്കെ തന്നെയാണ് ഞങ്ങൾ വരുമ്പോൾ കണ്ട അതേ വ്യൂ തന്നെയാണ്. എന്നാലും എത്ര കണ്ടാലും മതിയാവാത്ത വ്യൂ ആണ്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മൊബൈലിൽ പാട്ടൊക്കെ വെച്ച് ഈ മഞ്ഞും ഒക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വന്നു. ഷില്ലോങ്ങിൽ എത്തിയ പോലെ തന്നെ തിരിച്ച് ഗുവാഹട്ടിയിൽ എത്തിയപ്പോഴും ഞങ്ങൾക്ക് 1.5-2 മണിക്കൂർ സമയം ഉണ്ടായിരുന്നുള്ളൂ ഒരുങ്ങി ആദ്യത്തെ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ റെഡിയായി. ആദ്യത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് പരിജിത്ത് അക്കാദമി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ സ്കൂള്. ഇത് ഒരു ചെറിയ സ്കൂളാണ്. ഒരു മരത്തിന്റെ ചോട്ടിലായിരുന്നു ഞങ്ങൾ കുട്ടികളെല്ലാവരും ഇരുന്ന് പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ. അല്ലാതെ അതിന് സ്റ്റേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം വട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സെപ്റ്റംബർ 5 ആയത് കാരണം, ടീച്ചേഴ്സ് ഡേ ആയത് കാരണം കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 1 മണിക്കൂർ ഞങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ചേച്ചി അവിടുത്തെ പ്രിൻസിപ്പലിന്റെ സഹായം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയില്ല അവിടുത്തെ കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് അറിയുന്നത് ആസാമീസ് ഭാഷ മാത്രമാണ്. ചേച്ചി പറയുന്ന കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ സാറായിരുന്നു.
ഇത് ഈ സ്കൂളിനോട് ചേർന്നുള്ള ഒരു നെയ്ത്തുശാലയാണ്. ഇവിടെ നെയ്യുന്നുണ്ട് ലേഡീസ് ഇരുന്നിട്ട്. അവിടെ നെയ്ത ഷോളാണ് ഞങ്ങൾക്ക് എല്ലാവരെയും പൊന്നാട അണിയിക്കുന്ന പോലെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സ്കൂളിൽ നിന്ന്. കൊച്ചു കുട്ടികളായിരുന്നു അവിടെ. നല്ല ചെറിയ കുട്ടികളായിരുന്നു. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് ഡാൻസ് ചെയ്യുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ബാക്കി ലെക്ചറൊന്നും അവർക്കത്ര എനിക്ക് തോന്നുന്നില്ല അവരത്ര എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അത്രയും ചെറിയ കുട്ടികളായിരുന്നു. നമ്മൾ പറയുന്ന ലാംഗ്വേജും അറിയാത്തത് കാരണം അവർ അത്ര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ 2ാമത്തെ പ്രോഗ്രാം ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് കാമാക്യ ടെമ്പിളിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും വൈകീട്ട് വന്ന് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോ പിന്നെ അമ്പലത്തിൽ പോയി ഉള്ള സമയവും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ലാസ്റ്റ് ഡേ ആയത് കാരണം എന്തായാലും പോവാന്ന് വിചാരിച്ച് ഞങ്ങളെത്തി. പക്ഷെ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ തൊഴുതു. അതിന്റെ ചുറ്റുപാടുമൊക്കെ കണ്ടു. അങ്ങനെ പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി പോയി. അത്രയേ ഉള്ളൂ. അകത്ത് കയറി തൊഴാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ ഈ ഒരു 5 ദിവസം സെപ്റ്റംബർ 1 തൊട്ട് 6 വരെ 6ാം തീയതി രാവിലെ ഞങ്ങൾ തിരിച്ചു പോന്നു. 5 ദിവസം വളരെ നന്നായി എൻജോയ് ചെയ്ത് പോയി. എല്ലാം നല്ല രസമായിരുന്നു. ഗോപി ചേച്ചിയും ലീമ ചേച്ചിയും കൂടെ ഇടയ്ക്കെല്ലാം ട്രാവൽ ചെയ്യാറുണ്ട്. അതെല്ലാം നല്ല രസകരമായിട്ടുള്ള യാത്രകളാണ്. ഇപ്രാവശ്യം സതീഷും ജയനും ഒക്കെ ഉണ്ടായിരുന്നു. അതും നന്നായി എൻജോയ് ചെയ്ത് തന്നെ ഈ ഒരു 5 ദിവസം കടന്നുപോയി. ഇതൊക്കെ കാമാക്യ ടെമ്പിളിന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അവിടെ ഡോഗ്സിന് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കുറേ ആടുകളെയൊക്കെ കണ്ടു. അങ്ങനെ അവിടെ എടുത്ത കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു 5 ദിവസത്തിന്റെ ഓർമ്മകളുള്ള കുറേ ഫോട്ടോസാണ്. അതിൽ കുറച്ച് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ വ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വ്ലോഗിൽ വീണ്ടും കാണാം. താങ്ക് യു.